നോർത്ത് പറവൂർ മടപ്പളാതുരുത്ത് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി വയോജനങ്ങൾക്കായി ഈസ്റ്റർ, റംസാൻ, വിഷു ആഘോഷവും വിഷു കൈനീട്ടവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മടപ്പളാതുരുത്ത് പെരിയാറിന്റെ തീരത്ത് നടന്ന സംഗമം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമി ഉദ്ഘാടനം ചെയ്തു. അനുകമ്പാശാലികളായി ഈ ലോകത്ത് വർത്തിക്കുക, ആത്യന്തികമായി അജ്ഞതയുടെ മേൽ അറിവിൻ്റെയും തിന്മയുടെ മേൽ നന്മയുടെയും വിജയം ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഇവിടെ നമ്മൾ വിഷുവായും അതുപോലെ റംസാനായും ഈസ്റ്ററായും ഒക്കെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന് എന്നും പ്രകാശമാണ്. നമ്മയെല്ലാം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിത്യ ജീവനിലേക്കുള്ള പ്രയാണത്തിന് നമ്മെ പ്രാപ്തരാക്കുന്ന ആഘോഷങ്ങളാണ്. സൊസൈറ്റി പ്രസിഡന്റ് ജോജോ മനക്കിൽ അധ്യക്ഷനായിരുന്നു. എല്ലാ വർഷവും ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ് നാളുകളിൽ വയോജന ക്ലബ്ബിലെ അംഗങ്ങൾക്കായി പെരിയാറിൻ്റെ തീരത്തുള്ള തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അങ്കണത്തിൽ വെച്ച് നടത്തുന്ന ഇന്നത്തെ ഈ ഈസ്റ്റർ, റംസാൻ, വിഷു ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും റംസാൻ്റെയും തറവാട് സൊസൈറ്റിയുടെ എല്ലാ ബോർഡംഗങ്ങളുടെ പേരിലുള്ള ആശംസകളും നേർന്നുകൊള്ളും. മാതൃഭൂമി ലേഖകൻ ടി.സി. പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഭയങ്കരമായ ചൂടാണ്. നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിൽ ഉഷ്ണം കൊണ്ട് നമ്മൾ നീറുമ്പോൾ ഈ ചടങ്ങിൽ എന്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പോലെ പച്ചിലകൾ വിരിച്ച ഒരു പന്തലിനടിയിൽ കാര്യമായി വിയർക്കാതെ തന്നെ മനസ്സിന് സന്തോഷത്തോടെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ വയോധികർ എന്ന് പറയുന്ന വാക്ക് അതെല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഓരോ മനുഷ്യനും അവരുടെ വയസ്സുകൾ ഓരോ വർഷം നീങ്ങുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അതെല്ലാം മാറ്റിവെച്ച് ഇത്തരം സംഗമത്തിൽ നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം വളരെ വലുതായിരിക്കും. ആത്മമിത്രം ബോർഡ് മെമ്പർ വി.എസ്. ബോബൻ പ്രസംഗിച്ചു. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിരിയായിരിക്കണം ഇന്ന് ഞങ്ങളോട് കാണിക്കേണ്ട ഒരു മര്യാദ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചിരിച്ചുകൊണ്ട് പോകാനുള്ളത്. ഇവിടെ വരുന്ന എല്ലാവരും വീട്ടുകാർ പറഞ്ഞു വിടുക, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു വിടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ചില ആളുകളെ വീട്ടിൽ വിളിക്കുമ്പോൾ എന്തിനാണ് ആ കിറ്റ് വാങ്ങാൻ പോകുന്നത് എന്നൊരു ധ്വനിയാണ് വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് സന്തോഷത്തോടു കൂടിയാണ്. എല്ലാവരും മുഖത്ത് ചിരി കണ്ടാൽ അറിയാം. വീട്ടുകാരുടെ പെർമിഷനോട് കൂടി നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ തറവാടിൽ നിന്ന് കിട്ടുന്ന പരിചരണം, ചേർത്ത് നിർത്തൽ, നിങ്ങൾക്ക് തന്നെ സന്ദേശം, നിങ്ങളുടെ മറന്നുപോയ ചെറുപ്പകാലത്തെ സന്ദേശങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇവിടെ പകർന്നു തരാൻ, യുവതലമുറക്ക് പകർന്നു തരാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. സൊസൈറ്റി ബോർഡ് അംഗങ്ങളായ വി. സ്വാമിനാഥൻ, സി.പി. പോൾസൺ, സീന സോളമൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. സി.ജെ. ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.